എന്തൊക്കെ ചേച്ചി ഞാൻ ഈ കേട്ടത്? ചേച്ചി എന്താ ഇതൊക്കെ നേരത്തെ എന്നോട് പറയാതിരുന്നേ? മനഃപൂർവ്വം പറയാതിരുന്ന ഭരത്. എന്തേലും കാരണമില്ലാതെ ഞാൻ ഒരാളെ വീട്ടിൽ പോയി തല്ലുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി, ഇതങ്ങനെ നിസ്സാര തള്ളിക്കളേണ്ട കേസല്ലേ അത്? ദേ, ഇവിടെ യൂണിഫോം ഇല്ലാതെ ഭാനുവിന്റെ ഏട്ടനെന്ന നിലയിൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ട കേസത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാ നിന്നോടും സേതുവേട്ടനോടും ഞാൻ ഇതൊന്നും പറയാത്തത്. ഇപ്പൊ നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് നീ ഇന്നൊരു സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ടാ. എടുത്തു ചാടി ഓരോന്ന് ചെയ്താൽ പിന്നെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന നമുക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ചേച്ചി കാണിച്ചത് എടുത്തുചാട്ടല്ലായിരുന്നോ? ഭരത്തെ, അതിന് പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് പോലുള്ള ഭീകര അന്തരീക്ഷമൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവൻ എന്നോടും സൂര്യയോടും പറഞ്ഞതിന്റെ വിപരീതമായിട്ടാണ് ഭാനുവിനോട് കാണിച്ചത്. ആ സമയത്ത് ഞാനിത് സൂര്യയോട് പറഞ്ഞിരുന്നെങ്കിലും പ്രശ്നം രൂക്ഷമാവുമായിരുന്നു. ഭരത്തെ, നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല കാര്യങ്ങള്. ഭാനുവിന്റെ ഭാവി തന്നെ ഇപ്പൊ അവന്റെ കയ്യിലാ. എന്താ ചേച്ചി ഇത്? അത്രമാത്രം സീരിയസ് ആണ് കാര്യങ്ങള്? അതേടാ. നീ ഇതൊക്കെ ഒന്ന് കണ്ടുനോക്ക. ഭാനുവിനോട് ഇത്രയും ക്രൂരത കാണിച്ചവന് ഇനി ജീവനോട് വച്ചേക്കരുത് ചേച്ചി. ഭരത്തെ, ഇവിടെ ഭാനു ഒരിക്കലും തെറ്റുകാരിയല്ല. അവളെ ചതിക്കപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ഒരിക്കലും ഭാനുവിന്റെ ഭാവി ഇത് ബാധിക്കരുത്. ചേച്ചി ധൈര്യമായിട്ടിരിക്കും ചേച്ചി. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഭരത്തെ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പിന്നെ ഭാനുവിനോട് നീ സംസാരിക്കണം. ഈ വീഡിയോസും ഫോട്ടോസും ഒന്നും കണ്ടതായിട്ട് ഭാവിക്കരുത്. അത് ഞാൻ ചെയ്തോളാം ചേച്ചി. അവൾക്ക് സ്വയം തോന്നി നിന്നോട് വിവരങ്ങൾ പറയുന്നെങ്കിൽ പറയട്ടെ. മിക്കവാറും നീ ഒരു പോലീസുകാരനായതുകൊണ്ട് എല്ലാം നിന്നോട് പറയാനും സാധ്യതയുണ്ട്. എന്തായാലും ഭാനുവിന്റെ അഭിപ്രായം എനിക്ക് അറിയണേ ചേച്ചി. അമ്മയ്ക്കിത് അറിയായിരുന്നല്ലേ? അതേടാ, അമ്മയോട് പറയേണ്ടി വന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ കല്യാണം നടത്താൻ സമ്മതിച്ചതും മോഹൻ മാമനോട് സംസാരിക്കാൻ പോയതും. മാമനും മോനൊക്കെ കണക്ക് തന്നെയാ. എല്ലാത്തിനും പിടിച്ച് അകത്തിടേണ്ട കേസത്. ജാമ്യം പോലും കിട്ടാതെ വേണം ഇവനൊക്കെ പൂട്ടാൻ. ഭരത്തെ, നീ നല്ലതുപോലെ ആലോചിച്ച് തന്നെ ഇത് കൈകാര്യം ചെയ്യണം. എന്നാലേ നമുക്ക് ഭാനുവിനെ രക്ഷിക്കാൻ പറ്റൂ. അവളെങ്ങനെയാ ചേച്ചി? ഇനി നമ്മൾ അവനെതിരെ തിരിയുമ്പോ അവള് അവനെ അനുകൂലമായിട്ട് നിൽക്കോ? ഒരിക്കലും ഇല്ല. അവളിപ്പോ നമ്മളെക്കാളും ബോൾഡാ. പെട്ടെന്ന് അവൻ ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോ അവള് പേടിച്ചുപോയി. അതുകൊണ്ട് അവൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സേതുവേട്ടനൊന്നും ഒരു സൂചന പോലും കൊടുക്കാൻ പറ്റില്ല. പിന്നെ നടക്കുന്നതൊക്കെ വേറെ ആയിരിക്കും. ശരി ചേച്ചി, ഇത് എനിക്ക് വിട്ടേരെ. ഞാൻ എന്താ വേണ്ടെന്ന് ഒന്ന് ആലോചിക്കട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരു പെൺകുട്ടിയോടും അവൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ആ രീതിയിലുള്ള ശിക്ഷ വേണം അവന് കിട്ടാൻ. ഓക്കേ ചേച്ചി, ഞാൻ പോട്ടെ.